ഇനി തുടക്കത്തിൽ പറഞ്ഞ വിപ്ലവം, എന്ത് വിപ്ലവമാണ് ഈ നാട്ടിൽ നടത്തേണ്ടത്? ഒരു പ്രവാസിയാണ് എഴുതുന്നത്. എനിക്കും ഇന്നലെ മുതൽ തോന്നുന്നതാണ്, ഇന്നലത്തെ സ്റ്റേലിംഗ് കമ്മിറ്റി കണ്ടതുകൊണ്ടായിരിക്കാം, എനിക്കും ഇന്നലെ മുതൽ തോന്നുന്നതാണ് സാറ് രാവിലെ പറഞ്ഞത്. നല്ലൊരു കണ്ണായ തുറമുഖം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ കഴിയാത്ത ഗതികെട്ട ഗവൺമെന്റും പാർട്ടിക്കാരും. സാധാരണ ആളുകളുടെ പ്രതിഷേധമാണ് ആ വാക്കുകളിൽ വരുന്നത്. പ്രതിഷേധം. തിരുവനന്തപുരം രക്ഷപ്പെടണമെങ്കിൽ ഈ ജില്ലയെ തൊട്ടടുത്ത തമിഴ്നാട് എന്ന സംസ്ഥാനത്തിൽ ലയിപ്പിക്കേണ്ട ഗതികേടിലാണ് സാധാരണ മനുഷ്യർ. സാധാരണ മനുഷ്യർ, നിങ്ങൾ വോട്ടും നിങ്ങളുടെ വാർഡും നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തും അല്ല സാധാരണക്കാരുടെ വികാരങ്ങൾ എന്നെങ്കിലും മനസ്സിലാക്കണം. തിരുവനന്തപുരം രക്ഷപ്പെടണമെങ്കിൽ ഈ ജില്ലയെ തൊട്ടടുത്ത തമിഴ്നാടെന്ന സംസ്ഥാനത്തിൽ ലയിപ്പിക്കേണ്ട ഗതികേടിലാണ് സാധാരണ മനുഷ്യർ. അതല്ലാതെ ഒരു മുന്നേറ്റവും ഉണ്ടാവാൻ കുറെ കഴുകന്മാർ അനുവദിക്കില്ല. ആരാണ് കഴുകന്മാരെന്ന് സ്റ്റേലിംഗ് കമ്മിറ്റി പറയുന്നില്ല. അത്രമേൽ വിഷമിപ്പിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ. മരണം വരെ പ്രവാസി ആയിരിക്കാനാണ് വിധിയെന്ന് തോന്നുന്നു. ആ അവസാന വരിയിലെല്ലാം ഉണ്ട്. ഡെഡ് ബോഡി വിമാനത്തിൽ വന്നിറങ്ങുമ്പോൾ ബന്ധുക്കൾ സ്വീകരിക്കാൻ പോകുന്ന ഒരുപാട് കാഴ്ച ഞാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കണ്ടിട്ടുണ്ട്. ആംബുലൻസുമായി വന്ന് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. അതാണ് ഓരോ പ്രവാസിയുടെയും അവസ്ഥ. അങ്ങനെ ജീവിതം കോഞ്ഞാട്ടയായി പോയ മലയാളികളെ രക്ഷപ്പെടുത്തുവാൻ തിരുവനന്തപുരം ജില്ലയെ തമിഴ്നാട്ടിൽ ലയിപ്പിക്കണം. മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രി ആവണം. കേരള മുഖ്യമന്ത്രിയിലും കേരള ഭരണകൂടത്തിനും പ്രവാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ക്രമേണ പ്രവാസി എന്നുള്ളത് നാട്ടുകാരായി മാറുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുത്താൽ നല്ലത്.